ഇന്ന് ഞാൻ നമ്മുടെ സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ടും അതൊന്നും ഇല്ലാതെ നിങ്ങളോടൊന്ന് വളരെ സിമ്പിളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതായത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം ഒരുപാട് ആൾക്കാർ ദിവസവും മെസ്സേജ് അയക്കുന്നു യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പം എല്ലാവരുടെയും താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, എങ്ങനെയെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് വരുമാനം വരിക എന്നുള്ളതൊക്കെ തന്നെയാണ് ശരി. അത് തന്നെയാണ് എല്ലാവരുടെയും മോട്ടീവ്. കാരണം അതിൽ തെറ്റൊന്നുമില്ല, ശരിയാണ്. ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോമുകൾ വഴി സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് യൂട്യൂബൊക്കെ പോലെയുള്ള ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ. പക്ഷേ ഇതിൽ കാര്യമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിക്കാറുണ്ട്. കാരണം ഇതിപ്പം നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് പൊതുവെ ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ഓരോ ആളുകളോട്, അതായത് നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങളോട് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു വൈഡ് ഓഡിയൻസിനോടല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന രൂപത്തിൽ, നമ്മൾ സാധാരണ ഞാനുമായിട്ടുള്ളൊരു ഡിസ്കഷൻ എന്ന രൂപത്തിൽ നിങ്ങൾ കണ്ടാൽ മതി ഈ വീഡിയോ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പൊതുവേ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ അത്ര അത്ഭുതകരമായ സംഭവം എന്ന് അങ്ങനെയല്ല പറയാം, നമുക്ക് അങ്ങനെ പറയാം. അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ടി വി സ്ക്രീനിലൊക്കെ ഓരോ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം തോന്നും. അതേപോലെ അതിന് കുറച്ച് നാൾ മുമ്പൊക്കെ യൂട്യൂബ് ചാനലുള്ള ഒരാളെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാൽ അയ്യോ യൂട്യൂബ് ചാനലുള്ള ആളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പരിപാടിയില്ലേ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനറിയാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് ഇതൊക്കെ പറയേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും യൂട്യൂബ് ചാനലാണ്. ഒരു വീട്ടിൽ തന്നെ 2-3 ചാനലുണ്ടാകും. കുട്ടികൾ വേറെ തുടങ്ങുന്നു. അപ്പോൾ ഇതിങ്ങനെ യൂട്യൂബ് ചാനൽ കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കാണാൻ ആളുകൾ വേണ്ടേ. അപ്പം ഇത്രയും ആളുകൾ യൂട്യൂബ് ചാനൽ ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി അല്ല. നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുക, വീഡിയോ ക്വാളിറ്റി അല്ല, കോണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ പറയുക. കോണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് അവതരിപ്പിക്കുന്നു, അത് എങ്ങനെ അവതരിപ്പിക്കുന്നു, അത് നിങ്ങൾ എങ്ങനെ ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു, ഇതാണ് കോണ്ടൻറ്റ് ക്വാളിറ്റി പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് ഞാനൊരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞുതരാം. അവൾ എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങുന്നത്, അവരുടെ ജേണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പെൺകുട്ടി പെട്ടെന്ന് വിചാരിക്കുകയാണ്, എനിക്കൊരു ചാനൽ തുടങ്ങിയാൽ എന്താ, ചാനൽ എല്ലാവരും തുടങ്ങുന്നു, ഞാനും തുടങ്ങുന്നു, എനിക്കതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് ഒരു പെൺകുട്ടി ചാനൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും ഇടാതെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. പിന്നെയാണ് ആലോചിക്കുന്നത് എന്ത് കണ്ടൻറ്റ് ഞാൻ ചെയ്യും, എന്തായിരിക്കും എൻ്റെ കോണ്ടൻറ്റ് ആവശ്യം എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മുന്നിൽ വരുമെങ്കിലും പെട്ടെന്ന് വിചാരിച്ചു ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. പിന്നെ വിചാരിച്ചു വേണ്ട, കുക്കിംഗ് എല്ലാവരും ചെയ്യുന്നതല്ലേ, ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ അവസാനം തീരുമാനത്തെത്തി നമുക്ക് കുക്കിങ്ങും ക്രാഫ്റ്റും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാം, എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെ ഷോർട്സ് ചെയ്യാൻ തുടങ്ങി. ഷോർട്സ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വീഡിയോ എടുക്കും, ഷൂട്ട് ചെയ്യും, അപ്ലോഡ് ചെയ്യും. കുക്കിംഗ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതെടുക്കും, അപ്ലോഡ് ചെയ്യും. ഈ ഷോർട്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സബ്ബ് കയറുമല്ലോ, സ്വാഭാവികമായിട്ടും ഷോർട്സ് കൂടുതൽ ആളുകൾ കാണുമ്പോൾ സബ്ബ് കയറും. അങ്ങനെ സബ്ബ് കയറി കഴിഞ്ഞിട്ട് ലോങ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് അവളുടെ പദ്ധതി. കാരണം അതിനുശേഷം ലോങ് വീഡിയോ ചെയ്യുന്നു, ആളുകൾ കാണുന്നു എന്നുള്ളതൊക്കെയാണ് പദ്ധതി. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്തതൊക്കെ ആളുകൾ ആദ്യമൊന്നും കാണൂല, ഫുൾ ഷെയർ ചെയ്യും. മൊത്തം പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്തിട്ടാണ് ഈ ഷോർട്ട് വീഡിയോ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതിന് ഒരു 100, 200, 300 വ്യൂസൊക്കെ വന്നുകൊണ്ടിരുന്നു. പിന്നെ അത് 1000, 1500 പക്ഷേ 1500 മുകളിലോട്ട് പോകുമ്പോൾ സ്റ്റക്കാവും. അങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്. പക്ഷെ എന്നാലും അവിടെ അത് കാര്യമാക്കാതെ മുന്നോട്ട് പോയി. പക്ഷെ ഇങ്ങനെ കുറേ നാൾ പോയ ശേഷം ലോങ് വീഡിയോ ഇട്ട സമയത്താണ് പ്രശ്നം പറ്റിയത്. അതായത് ഷോർട്സിന് 2000 വ്യൂസ് വരുന്ന സമയത്ത് ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് വരുന്നത് 10, 20, 30, മാക്സിമം പോയ 100. അങ്ങനെ അവൾ 5-6 വീഡിയോസ് ഇട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല, ആരും കാണുന്നില്ല, ഒരു അനക്കവുമില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഡിപ്രഷനായി. അതായത് അയ്യോ നമ്മൾ ചെയ്തത് തെറ്റായ വഴിയിലാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നു. പിന്നെ ഷോർട്സ് ഇട്ടു. ഷോർട്സ് അങ്ങനെ തന്നെയാണ്. കുറേ നാളുകൾ, അതായത് 3-4 മാസം ഇതേ പ്രോസസ്സ് ചെയ്തിട്ടും ഒന്നും എത്താത്ത അവസ്ഥ വരുന്ന സമയത്ത് ഏതൊരു മനുഷ്യനായാലും
സ്വാഭാവികമായിട്ടും ഡിപ്രസ്ഡ് ആവും. ഞാൻ സക്സസ് ആവില്ല, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ആയിട്ട് ചിലപ്പോൾ ചാനൽ നിർത്താം. ഇനി ചാനൽ നിർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ടാസ്ക് ചെയ്യുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ വീഡിയോ ചെയ്ത്, ടാസ്ക് എന്ന് പറയുന്നത് മറ്റ് ഒരാളുടെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുടെ ഒരു 10-100 ആളുകളുടെ വീഡിയോ നമ്മൾ കണ്ടു കൊടുത്താൽ നമ്മുടെ വീഡിയോ അവർ കണ്ടു തരും. അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടൈം അതിന് വേണ്ടി പോകും. ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസിന് വ്യൂസ് വരികയും നിർത്തുമ്പോൾ അത് ഷടയെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പോകുന്ന അവസ്ഥയും. ഇങ്ങനെ ചെയ്തു നോക്കി, നടക്കുന്നില്ല. പെയ്ഡായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങിച്ച് നോക്കി, അതും നടക്കുന്നില്ല. പെയ്ഡായിട്ട് വ്യൂസ് വരുത്തി നോക്കി, അവസാനം പെയ്ഡായിട്ട് മോണിറ്റൈസേഷൻ വരെ ചെയ്തെടുത്താൽ പോലും ഈ ഒരാൾ, ആ പെൺകുട്ടി എന്ത് ചെയ്യില്ല, യൂട്യൂബിൽ ഒരു കാരണവശാലും സക്സസ് ആവില്ല. കാരണം അവൾ അതോടുകൂടി യൂട്യൂബ് നിർത്തി, യൂട്യൂബ് കംപ്ലീറ്റ്ലി ഡിപ്രഷനിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഞാൻ ഇതൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം, നോർമലി നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ വെച്ചിട്ട് ചെയ്ത് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എന്താ പറയുക, കണക്ഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തെന്ന് വരില്ല. ഞാൻ ഇത്രയും ദിവസം കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ, ഒന്ന് ഷോർട്സ് ഇട്ടിട്ട് വ്യൂസ് കൂട്ടി നമ്മൾ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുക തെറ്റാണ്. കാരണം ഇന്ന് നിലവിൽ സാഹചര്യം, ഇപ്പോൾ 2025 ഒക്ടോബറിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ്, നമുക്കൊരു കാരണവശാലും അങ്ങനെ പറ്റുന്നില്ല. കാരണം ലോങ് വീഡിയോ ആണ് ഒരാൾ കൂടുതൽ ഇടുന്നെങ്കിൽ ആളുടെ ഷോർട്സ് അധികം കയറിപ്പോലും. ഇപ്പോൾ എൻ്റെ ചാനൽ നോക്കിയാൽ മതി, എൻ്റെ ചാനലിലെ ഷോർട്ട് വീഡിയോസ് വളരെ വ്യൂസ് കുറവായിരിക്കും. ഷോർട്സ് വീഡിയോ ആണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ ലോങ് വീഡിയോയുടെ വ്യൂസ് വളരെ കുറവാണ്. അത് രണ്ടിൻ്റെയും ഒരുമിച്ചുള്ള കയറ്റം എന്ന് പറയുന്നത് അപൂർവമാണ്. അതും സെലിബ്രിറ്റീസ് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേമസ് ആയ ആൾക്കാരായിരിക്കണം, അങ്ങനെയൊക്കെയാണ് ഓക്കെ. നമ്മളിതൊന്നും അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇത് നടപടിയാവുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അത് നമ്മൾ അനലറ്റിക്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഷോർട്സ് ഫീഡാണ് 90% ഉണ്ടാവുക, അല്ലെങ്കിൽ 80% ഉണ്ടാവുകയെങ്കിൽ ലോങ് വീഡിയോ കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഇങ്ങനെയുള്ള ആളുകൾ ഷോർട്ട് വീഡിയോ ഇട്ടാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആ ഷോർട്ട് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഷോർട്ട് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും നമുക്ക് ഷോർട്ട് വീഡിയോയിലെ റവന്യൂ വളരെ കുറവാണ്. നമുക്കൊരു 1 ലക്ഷം 2 ലക്ഷം വ്യൂസൊക്കെ വന്നാലാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെ വ്യൂസ് വരണമെങ്കിൽ ആ ഷോർട്ടിൻ്റെ സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കണം. അതായത് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. എങ്ങനെയാണ് ആ കോണ്ടൻറ്റ് ബിൽഡ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്താലാണ് സക്സസ് ആവുക. സിമ്പിളി പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഷോർട്സിൽ എന്തെങ്കിലും ഒരു സ്റ്റോറീസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, അതായത് കഥ പറയുന്നതല്ല. സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, കഥ പറയലല്ല. എന്തിനേയും ഒരു കഥയുണ്ടാവും, എല്ലാത്തിനും ഒരു കഥയുണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ പോയാലൊരു കഥയുണ്ടാവും. ആ സാധനം എന്തിനു വാങ്ങുന്നു, അതിൻ്റെ എന്ത് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്, എന്തായിരുന്നു അത്, നമുക്ക് ഫൈനൽ അച്ചീവ്മെൻറ്റ്സ്, ഇങ്ങനെ പോകുന്ന സംഭവമാണ് സ്റ്റോറി അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലൊരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ കയറിപ്പോകാൻ സാധ്യതയുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ചില ആനിമൽസിൻ്റെ ഒക്കെ വീഡിയോസ് എടുക്കും. അതായത് ഒരു പൂച്ചക്കുട്ടിയെ കളഞ്ഞു കിട്ടുന്നു, ആ പൂച്ചക്കുട്ടി വലുതാവുന്നു, അതിനെ പിന്നീട് പുലിയായിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വീഡിയോസ്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ഒരു വീഡിയോ ആയിരിക്കില്ല. പല വീഡിയോസ് എടുത്ത് കണക്ട് ചെയ്തിട്ട് അതിനെ വെച്ച് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് പറയുന്നത്, അതൊക്കെ റീച്ച് ആവുന്നുണ്ട്. കാരണം പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം കുറേ ആൾക്കാർക്ക് റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻസൊക്കെ ഷോർട്സിൽ ചെയ്ത പെട്ടെന്ന് സക്സസ് ആവും. ഇങ്ങനെ നമ്മൾ എന്താണ് നമുക്കത് ചെയ്യാൻ പറ്റുക, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായിട്ടുള്ള ധാരണ വെച്ചുകൊണ്ട് പോകാത്ത ഒരു ചാനലും ഇനി 2026 ആകുമ്പോഴേക്കും സക്സസ് ആവില്ല. ഇൻക്ലൂഡിങ് എൻ്റെ ചാനലാണെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരാം. ഇങ്ങനെയൊന്നും ചെയ്യാതെ ഞാനും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധികകാലം ഞാനും പോകില്ല. അതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല. യൂട്യൂബ് അങ്ങനെയാണ്. ഇപ്പോൾ യൂട്യൂബ് ഒരു ആളുടെ വാല്യൂ നോക്കിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ആളുടെ എത്ര പോപ്പുലാരിറ്റി നോക്കിയിട്ടൊന്നുമല്ല നിലനിർത്തുന്നത്. ആൾക്ക് നല്ല വീഡിയോ ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യുന്ന വലിയവനായാലും ചെറിയവനായാലും യൂട്യൂബിന് ഒരുപോലെ തന്നെയാണ്. യൂട്യൂബ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ് ആളുടെ വീഡിയോ പെർഫോം ചെയ്യുന്നത് എന്നത് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും സമയം സംസാരിക്കാൻ കാരണം, ലോങ് വീഡിയോ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ലോങ് വീഡിയോ എന്നാണ് റവന്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ലോങ് വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക. പക്ഷേ ഒരു 5 മിനിറ്റിൽ കൂടുതൽ ലോങ് വീഡിയോ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ഷോർട്ട് വീഡിയോയിലേക്ക് തിരിയുക. ഷോർട്ട് വീഡിയോയെ കുറിച്ച് മാത്രം പഠിക്കുക.
അതിൻ്റെ ട്രിക്കുകളും ടിപ്സുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലാതെ നിങ്ങളെല്ലാം കൂടി ചെയ്ത് അവിയൽ പരുവത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഡെയിലി ഓരോരോ മെസ്സേജ് വരും, എന്ത് ചെയ്യണം വെച്ചാൽ എനിക്ക് അറിയുന്നില്ല അവരോട് എന്ത് പറയണം എന്നുള്ളത്. ചിലരോടൊക്കെ ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് കഥകൾ, ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം. പക്ഷേ അവരെന്താണ് എന്നോട് കുറേ വിഷമങ്ങൾ പറയും. പക്ഷേ നിങ്ങൾ പറയുന്ന വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും യൂട്യൂബിൽ അറിയേണ്ട ആവശ്യമില്ല, കേൾക്കുന്ന ഓഡിയൻസിന് അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരൊന്നും അതൊന്നും മുഖവിലക്ക് എടുക്കൂല. നിങ്ങളെ നിങ്ങളത് മാത്രമാണ്. അപ്പം നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നല്ല എനർജറ്റിക് ആയിട്ട് വീഡിയോ ചെയ്താൽ ആ എനർജിയാണ് നിങ്ങൾക്ക് സക്സസ്സിനെ കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ സാധാരണ ഇങ്ങനെയല്ല വീഡിയോ ചെയ്യുക. നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ മുകളിലൊക്കെയാണ് വീഡിയോ ചെയ്യുക. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസിനെ കുറിച്ചിട്ട്, ഞാൻ സാധാരണ ചെയ്യുന്ന വീഡിയോ അല്ല, ഇങ്ങനെയുള്ള വീഡിയോസ് എങ്ങനെയുണ്ട്, ഈ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. നിങ്ങളോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് പറയണമെന്ന് ഒരു ആഗ്രഹം കുറേ ദിവസമായി. അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ